നെക്സ്റ്റ് ടോപ്പിക് ഇൻസേർഷൻ സോർട്ട്. ഇൻസേർഷൻ സോർട്ടും സെയിം തന്നെയാണ്. മറ്റേ എന്തുവാ അതിന് പേരെന്തുവാ, സെലക്ഷൻ സോർട്ട് പോലെ തന്നെയാണ് ഇൻസേർഷൻ സോർട്ടും. ഇൻസേർഷൻ സോർട്ടിനകത്തും എക്സാമ്പിൾ ഈ നമ്പേഴ്സ്, ഈ സെയിം നമ്പേഴ്സ് മുമ്പ് എടുത്ത സെയിം നമ്പേഴ്സ് തന്നെ. ആദ്യം 14 നമ്മൾ എടുത്തു, അത് അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡറിലോട്ട് അറേഞ്ച് ചെയ്യുന്നത് തന്നെ, ഒരു അൺസോർട്ടഡ് ലിസ്റ്റ് വന്നിട്ട് അറേഞ്ച് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ആദ്യം 14 ആണ് ഏറ്റവും ചെറുത്. അപ്പോൾ ഓൾറെഡി അത് സോർട്ടഡാണ് 14. അപ്പോൾ ആ ഭാഗം മാത്രം, ആ എലമെൻറ്റ് മാത്രം സോർട്ടഡാണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും ചെറുത് 14 തന്നെ. അടുത്തെടുത്തു 33 ഇങ്ങോട്ട് ഇൻസേർട്ട് ചെയ്യുമല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു വര വെച്ചാണത് ചെയ്യുന്നത്. മറ്റേ ഇവിടെ നമ്മൾ കണ്ടോ ആരോ വെച്ച് ഇങ്ങനെ ഇവിടെ വന്നിട്ട് ഡിഫറൻസ് എന്ന് വെച്ച് ഇങ്ങനെ ഒരു വര കാണും. ആദ്യത്തെ എലമെൻറ്റ് ഈ വരയുടെ ഇപ്പുറത്തും ബാക്കിയുള്ളത് ഇങ്ങനെ കിടക്കും. എന്നിട്ട് അടുത്ത എലമെൻറ്റ് ഇവിടെ വര വരും. അടുത്ത എലമെൻറ്റ് ഇങ്ങോട്ട് വര വരും. അപ്പോൾ 14 33, 14 തന്നെ അപ്പോഴും ചെറുത്, 33 ഇവിടെ തന്നെ വരും, ബാക്കി അങ്ങനെ. അടുത്ത ഐട്രേഷനിൽ വരുമ്പോൾ 27 ഇൻക്ലൂഡ് ചെയ്യും. 27 ഇൻക്ലൂഡ് ചെയ്യുമ്പം 27 14നെ 33ൻ്റെ ഇടയ്ക്കാണ് വരുന്നത്. അപ്പം നമ്മളങ്ങനെ ഇടയ്ക്ക് എഴുതും. പിന്നെ ബാക്കി അങ്ങനെ. അടുത്ത 10 നമ്മൾ അകത്തോട്ട് കയറ്റി. 10 ഏറ്റവും ആദ്യം വരും, 10, പിന്നെ 14, പിന്നെ 27, പിന്നെ 33, പിന്നെ ഈ ബാറ്, പിന്നെ അങ്ങോട്ട് നമ്പേഴ്സ്. അടുത്ത 35 കയറ്റും. 35 കയറ്റുമ്പോൾ 33ൻ്റെ അടുത്തായിരിക്കും 35 വരുന്നത്. പിന്നെ 19 കയറ്റും. 19 വരുമ്പോൾ 19 ഇവിടെ വരും, 27ൻ്റെയും 14ൻ്റെയും ഇടയ്ക്ക് വരും. പിന്നെ അതിൽ നമ്മൾ 42 കയറ്റും, 44 കയറ്റും. അപ്പോൾ നമ്മൾ ഇറ്ററേഷനിൽ ഓർഡറായിട്ട് കിട്ടി. നമ്മുടെ നേരത്തെ സെയിം പോലെ തന്നെയാണ് ഇതിൻ്റെ അൽഗോരിതം വരുന്നത്. വായിച്ച് നോക്കിയാൽ കിട്ടും. ഈ സംഭവം ഞാൻ മനസ്സിലാക്കിയാൽ നമുക്ക് അൽഗോരിതം ഉണ്ടാക്കി എഴുതാവുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ ഇൻസേർഷൻ സോർട്ട്.